നമസ്കാരം. നമസ്കാരം. ഇന്ന് കണ്ടോ കേക്കച്ചൻ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വീണ്ടും ഇന്ന് പ്രസ്താവിച്ചു, യാതൊരു മാറ്റവുമില്ല, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം മറ്റുള്ളവരെ കൂടെ ടാഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മറ്റവന്മാരെല്ലാം കൂടി ഇയാൾക്കൊരു പണി കൊടുത്താണെന്ന് തോന്നുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇതിലേ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇപ്പൊ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഇതിൽ പൊട്ടനായിക്കൊണ്ടിരിക്കുക, തനി കടുപ്പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോമാളിയായി മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മറ്റ് നേതാക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഈ മനുഷ്യനെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം നടത്തുന്നത് എന്നുള്ളത് ഈ ബുദ്ധിയില്ലാത്ത കരുതിക്ക് മനസ്സിലാവണില്ല. ഇനി മനസ്സിലായിട്ടും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സതീശൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇത്രയും കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഇദ്ദേഹം പറയണ്ടേ? ഈ സതീശൻ ഇങ്ങനൊരു വിഷയമുണ്ട്, ഇങ്ങനൊരു കാരണമുണ്ട്, ആ കാരണത്താലാണ് എന്ന് പറയണ്ടേ? അങ്ങനൊരു കാരണവുമില്ല, ഒന്നും പറയാനുമില്ല. എല്ലാവരും കൂടിയിട്ട് ഇയാളെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തു. അയാൾ ഇപ്പോഴും വിചാരിക്കുന്നത് എല്ലാവരും കൂടിയെടുത്ത തീരുമാനമാണ്, ടീം UDF എടുത്ത തീരുമാനമാണ് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് പാലക്കാട് നിന്നിട്ട് കണ്ടില്ലേ? രാഹുൽ ചെന്ന് ഇറങ്ങിയപ്പോൾ വൻ സ്വീകരണം, ഒരുപാട് ആളുകളും പാലക്കാട് ജില്ലാ കമ്മിറ്റിന്ന് മാത്രമല്ല പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകളെ പങ്കെടുത്തതില് ആ പരിപാടി അവനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള അവിടെ മനസ്സിലാവണ്ട. അപ്പൊ സത്യത്തില് സതീശൻ എന്താ പറയാ, ഉറച്ചു നിൽക്കുന്നു ശരി വിഡ്ഢിത്തരമാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളെ പൊട്ടം കടുപ്പിക്കട്ടിട്ട് ആണുമല്ല പെണ്ണുമല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇപ്പോ സതീശൻ. സത്യത്തില് എന്താണ് രാഹുൽ ചെയ്ത തെറ്റ് എന്ന് ഇപ്പോഴും അയാൾക്ക് പുറത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് നിലപാടാണ് അയാൾക്ക്? എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആള് പറയേണ്ടത്? എനിക്കിപ്പോഴും ബോധ്യമുണ്ട്, എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ബോധ്യം? അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് ചാനലുകാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തില് ക്രൈംബ്രാഞ്ചിനോട് തെളിവ് കൊടുക്കണ്ടേ? ഈ ക്രൈംബ്രാഞ്ചുകാരെന്താ ഇയാളോട് ചോദിക്കാത്തത്? എല്ലാ ബോധ്യം ഉള്ള ആളെ ഇയാളാണ്. അപ്പൊ ഇയാളുടെ തെളിവുണ്ടാവണമല്ലോ, എന്താ ക്രൈംബ്രാഞ്ച് ചോദിക്കാത്തത്? സത്യത്തിൽ സുനിൽ സാറേ, ഇവിടെ സതീശൻ എന്ന് പറയുന്ന ഒരു കോമാളി, സത്യത്തിൽ അതാണ് ഒരു കോമാളിയായി മാറിയത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് മുന്നേ ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ എന്ന് ഞാൻ പറയുന്നുള്ളൂ, വന്നാൽ ഒരു കാരണവശാലും സതീശൻ മുഖ്യമന്ത്രി ആവില്ല. കാരണം ആദ്യത്തെ ടൈം 2.5 വർഷം രമേശ് ചെന്നിത്തലയ്ക്കും, രണ്ടാമത്തെ ടൈം 2.5 വർഷം KC വേണുഗോപാലും വീതം വെച്ച് എടുക്കാനുള്ള പരിപാടിയിലാണ് AICC പോക്ക്. സത്യത്തിൽ ഇത് സതീശന് അറിയാമെന്ന് ഇപ്പം അടുത്ത കാലത്ത് സതീശന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കടും പിടുത്തം പിടിച്ച് നിൽക്കുന്നത്. അതായത് കുളം കലക്കി മീൻ പിടിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ തുടക്കം മുതലേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നുണ്ട്. ഇത് പിണറായി വിജയന് 3-ാം ഊഴം ഒരുക്കുവാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇയാൾ കൃത്യമായിട്ടും ഈ വിഷയം പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ തീർച്ചയായിട്ടും പിണറായി വിജയന് ആ നേട്ടം ഉണ്ടാകും, ഇടത് ഭരണം തുടരും. അന്നേരം അതിനുവേണ്ടി ഇയാള് ശരിക്കും ആ കൊട്ടേഷൻ എടുത്ത പ്രവർത്തനമല്ലേ ഇയാൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഈ കോൺഗ്രസിലുള്ളവന്മാർ കരുതുന്നു ഇവനിട്ട് പണി കൊടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവൻ കോൺഗ്രസിലുള്ള എല്ലാവരിട്ടും പണി കൊടുത്തു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ മണ്ടനല്ല, ഈ കേക്കച്ചൻ പൊട്ടനല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതേ നമ്മൾ ഏകദേശം ഒരു 10-30 ദിവസമായിട്ട് ഈ വിഷയം 2-3 ലൈവിലും അതുപോലെ തന്നെ നമ്മൾ ഓഡിയോ ക്ലിപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സതീശന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് CPM തന്നെയാണ്. CPMന്റെ പിന്നെ നൂറ് തർക്കൂല കാര്യം, CPMന്റെ കയ്യിൽ നിന്ന് നല്ല പൈസ കിട്ടിയിട്ടുണ്ടാവണം, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ പോലും അല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത്, അതായത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സർക്കാരിനെ 3ാമതും ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ സതീശന് എടുത്തിരിക്കുന്ന എഫർട്ട് ചെറുതല്ല. കാരണം സതീശ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ പുള്ളി പിണറായി വിജയന്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടാവാം, പിണറായി കൊടുത്തിട്ടുണ്ടാവാം. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒപ്പം തന്നെ പുള്ളി ഇപ്പോൾ BJPയോടുള്ള മൃദു സമീപനമായല്ലോ, പഴയ പോലെ അല്ല ഇപ്പോൾ BJPയോട് മൃദു സമീപനം. കാരണം എന്ന് വെച്ചാൽ BJPക്കാരെയോ അല്ലെങ്കിൽ CPMന്റെയോ സഹായമില്ലാതെ ഇപ്പം അയാൾക്ക് കോൺഗ്രസിന് നിലനിൽപ്പില്ല. കാരണം കോൺഗ്രസിലെ എല്ലാവരും ജനങ്ങൾ മൊത്തം അയാൾക്ക് എതിരാണ്. അയാളുടെ ഏറാൻമൂളികളായ പെട്ടിതൂക്കികൾ കുറച്ച് പേരെ ഇയാളുടെ കൂടെയുള്ളൂ. ബാക്കി നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും ഇയാൾക്ക് എതിരാണ്. അടൂർ പ്രകാശ് പരസ്യമായി ചോദിച്ചില്ലേ, ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ ഒരു FIR ഇല്ലാത്ത കേസ് എന്ത് ഞങ്ങൾ അവനെ കുറ്റപ്പെടുത്താൻ ചോദിച്ചില്ലേ? പിന്നെ എന്തിനാ MLA തുറന്നുകൂടെ എന്ന് അടൂർ പ്രകാശ് UDF ചെയർമാനാണ് ചോദിക്കുന്നത്. ആ പറച്ചിലേ, അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ
സഹായവും ബി ജെ പിയുടെ സഹായവും മേടിച്ചുകൊണ്ട് കോൺഗ്രസിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഗതികെട്ടവൻ എന്നുള്ള അവന്റെ ആ ഗതികേട് ഓർത്താണ് ഞാൻ ചിരിച്ചത്. അത് അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ജയിക്കണ്ടേ? കാരണം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല. അത് ഏകദേശം പുള്ളിക്ക് ഉറപ്പായിട്ടുണ്ട് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യില്ല. അല്ല, ഇത്രയും കാലം പുള്ളി ഈ കോൺഗ്രസ്സുകാരെ വെറുപ്പിച്ച് പോയതിന്റെ റീസൺ പറഞ്ഞാൽ അയാൾക്ക് കോൺഗ്രസ്സുകാരല്ലല്ലോ അയാളെ ജയിപ്പിച്ചേക്കുന്നത്. അവിടെ അല്ല, അതിലൊരു വ്യത്യാസം. ഒരു മിനിറ്റ് കോൺഗ്രസ്സുകാർ അയാളല്ല വെറുപ്പിച്ചേ, അയാളെ കോൺഗ്രസ്സുകാർ വെറുക്കുക ചെയ്തേ. അതാണ് വ്യത്യാസം. അതെന്റെ രണ്ട് വ്യത്യാസം. കോൺഗ്രസ്സുകാർ അയാളെ വെറുത്തു. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറോ, കേരളത്തിന്റെ ഹീറോ, ചാനൽ ചർച്ചകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പൊതുനിരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിയമസഭയിലായിക്കോട്ടെ, ഏത് വിഷയത്തിലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ജനപിന്തുണയുള്ള ഒരു നേതാവ് വേറെ ഇല്ല കേരളത്തിൽ. കോൺഗ്രസിലില്ല, UDF പിന്നീട് പി കെ ഫിറോസ. അപ്പൊ ഇവരെ എല്ലാവരെയും ഒതുക്കാൻ CPM മുൻകൂട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് കേക്കച്ചൻ തലവെച്ച് കൊടുത്തു. അറിഞ്ഞോ അറിയാതെ തലവെച്ച് കൊടുത്തു. അറിയാതെ എന്ന് പറയുന്നതിന് അർത്ഥമില്ല, കാരണം അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല സതീശൻ. അപ്പോൾ എന്തായാലും പിണറായി വിജയന്റെ കച്ചത്തിൽ തല വെച്ച് കൊടുത്തു. ഇനി അതിന്ന് ഊരാൻ പറ്റില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങളെ വെറുക്കാറുണ്ട്. ഇത് ജനങ്ങളാണ് വെറുത്തത്. ജനങ്ങൾ അത്രമാത്രം, ജനങ്ങൾ മീൻസ് കോൺഗ്രസ്സുകാർ, എക്സ്പെഷ്യലി കോൺഗ്രസ്സുകാർ ശരിക്കും വെറുത്ത ഒരു നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ, അതായത് അണ്ടർലൈൻ ഇട്ട് വെക്കാൻ പറ്റിയ ഒരാളായി മാറി സതീശൻ. മനസ്സിലായ? ഇതിൽ സത്യം എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി സതീശനെ വനവാസത്തിന് വിടുമെന്ന് സതീശൻ പറഞ്ഞതാണ് സതീശനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അല്ല, സതീശൻ ഇത് ഓൾറെഡി ഇതൊരു മുൻകൂർ ജാമ്യം എടുത്താണ്. അയാൾക്കറിയാം ഇതിനെ മുടിപ്പിച്ചുകൊണ്ട് ഇയാൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞിട്ട് ഈ കൊള്ളം മുതലുമായിട്ട് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള പദ്ധതി, അതിന്റെ ഒരു മുൻകൂർ ജാമ്യം ഇയാൾ മുൻകൂട്ടി എറിഞ്ഞതാണത്. അയാൾ വിദേശത്തൊന്നും പോകില്ലാന്നേ. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചു. അയാൾ അടുത്ത കേന്ദ്രമന്ത്രി അവളെ പ്രാന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അടുത്ത കേന്ദ്രമന്ത്രി ആവാനുള്ള സെറ്റപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആള്. കോൺഗ്രസിനെ മുച്ചൂട് മുടിച്ച് അന്നാക്കിൽ കൊടുത്തിട്ട് അയാളുടെ കാര്യം നോക്കി പോവും. ഒരു സംശയവും വേണ്ട. അതന്നെ ഉണ്ടാവണം. കാരണം അയാൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാ. പിന്നെ ഈ നിലപാടിന്റെ രാജകുമാരൻ അല്ലെങ്കിൽ ബോധ്യത്തിന്റെ രാജകുമാരൻ പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പാടുണ്ടോ തോറ്റു കഴിഞ്ഞാൽ? അപ്പൊ അയാൾക്ക് എന്തെങ്കിലും പേര് പറഞ്ഞ് CPM പോയി കഴിഞ്ഞാൽ എന്തായാലും മന്ത്രി ആവാനൊന്നും പറ്റില്ല. കാരണം പാർട്ടി CPM ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറിവേപ്പല പോലെയാക്കും. മാത്രമല്ല CPM പോകില്ല. ഇയാൾ അടുത്ത കേന്ദ്രമന്ത്രി ആവാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇപ്പൊ കുപ്പായ തയ്ച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ ഏതെങ്കിലും രൂപത്തിൽ, എല്ലാ രൂപത്തിലും തകർത്ത് തരിപ്പണമാക്കി മുച്ചൂട് മുടിക്കുക എന്ന് പറയും. മുടിച്ച് എല്ലാവരും, എനിക്കില്ലാത്ത മറ്റാർക്കും വേണ്ട, എനിക്ക് ശേഷം പ്രളയം. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ ഇപ്പോഴും, അതായത് ഇനിയും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിന്നു. ഇപ്പോൾ ഇനി ഇത്രയും ദിവസം കൂടെ, ഇത്രയും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു കിഴങ്ങനിരിക്കുന്നു. പ്രതിപക്ഷ സ്ഥാനത്ത് ഇയാളെ ഏറ്റവും വെറുക്കപ്പെട്ടവനും നികൃഷ്ടനും എന്ന് ആളുകൾ കരുതുന്ന ഇയാളിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തില് ഇതുപോലെ ഈ രാഹുൽ വിഷയത്തില് കോൺഗ്രസ്സുകാരെയും വെറുപ്പിച്ച് ഇത്രയും ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഈ പ്രസ്ഥാനം നിൽക്കുന്നത്. പുനഃസംഘടന എങ്ങുമായില്ല. ഈ ഗ്രൂപ്പുകൾ തമ്മിലടിച്ച് എനിക്ക് തോന്നുന്നത് ഈ UDF ഘടകകക്ഷികളെ അടക്കം ഇയാള് അപ്പുറത്തേക്ക് ചാടാനുള്ള ഒരു പദ്ധതിയാണ്. അവരാരും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് മുസ്ലിം ലീഗ് ഇത്രയും കാലമായിട്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് വേണ്ട, ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ലല്ലോ മുസ്ലിം ലീഗ്. എന്താ പറയാത്തത്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളാൻ അവർക്ക് പറ്റില്ല. രാഹുൽ മാങ്കൂട്ടം തള്ളാൻ ലീഗിന് കഴിയില്ല. കാരണം ലീഗിന് കഴിയില്ല എന്ന് പറയാൻ കാരണം ഇവനൊരു എന്താ പറയാ ക്രൗഡ് പുള്ളറാണ്. ലീഗിന് അടുത്ത തെരഞ്ഞെടുപ്പാണ് ആവശ്യമുണ്ട്. കേരളത്തിൽ 140 നിയോജകമണ്ഡലം, നമ്മൾ അന്ന് ഒരു ചർച്ചയിൽ പറഞ്ഞില്ലേ, കേരളത്തിൽ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയോജകമണ്ഡലം 140 നിയോജകമണ്ഡലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, ഷാഫി പറമ്പിൽ, ഫിറോസ്, PK ഫിറോസ്, സന്ദീപ് വാര്യർ, എങ്ങനെയുള്ള ഒരു 5-6 ജിൻഡോ ജോണ്, അങ്ങനെ കുറച്ച് ഒരു 5-6 പേര് അങ്ങോട്ട് ഇറങ്ങിയാൽ, ഈ 5-6 പേര് ഇറങ്ങിയാൽ മതി, കേരളത്തിലെ 100 സീറ്റും കൈപിടിച്ച് അവരിങ്ങോട്ട് വരും. അത് നല്ല ബോധ്യം ലീഗിനുണ്ട്, ഇത് ഇടതുപക്ഷത്തിനും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണു? ഇതിലത്തെ യുവാക്കളെ വെട്ടി നിരത്തുക എന്നുള്ള അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകദേശം 1 വർഷമായി ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് LDF. CPMന്റെ തന്ത്രം തന്നെ നമുക്കറിയാം. 1980 മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളെ കുറിച്ച് വോട്ട് പിടിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ നോക്കിക്കോളൂ, നായർ തൊട്ടിങ്ങോട്ട് നോക്കിക്കോളൂ. മറിയം റഷീദ മുതൽ, റെജീന മുതൽ, ഷാരി മുതൽ, ഇങ്ങോട്ട് പിടിച്ചാൽ നമ്മുടെ സരിത മുതൽ, സ്വപ്ന മുതൽ ഇങ്ങോട്ട് പിടിച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ഒരു തേർഡ് റേറ്റ് സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ്
ഇവർ വോട്ട് പിടിക്കാറ്, അങ്ങനെയാണ് ജയിക്കാറ്. ഈ പ്രാവശ്യം അതിന് ഹോപ്പില്ല. കാരണം അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ തകർക്കാൻ പറ്റിയ യുവനിരയാണ് UDF കോൺഗ്രസിലുള്ളത്. കാരണം ഇതുപോലെ കഴിവുറ്റൊരു നേതൃനിര UDF കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല യൂത്തിൽ. അതുകൊണ്ടല്ലേ ആ യുവനിരയെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ കണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നലെ കൊണ്ട് തീർന്നു കണ്ടപ്പോ ഇന്ന് ഷാഫിയെ പിടിച്ചു, ഫിറോസിനെ തീർക്കാൻ നോക്കുന്നു. കൃത്യ ലക്ഷ്യത്തോടെ യുവനിരയെ തകർക്കുക. അതെ, അത് സതീശനാണ് മുന്നിട്ട് ഇറങ്ങി അവരുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത് ഈ കേക്കച്ചനാണെന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം. അതല്ലേ നമ്മൾ അന്ന് ലൈവ് ചർച്ചയിൽ ഈ വിഷയം പറഞ്ഞല്ലോ. ഈ 4-5 പിള്ളേരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ CPM പൊടി പോലും കേരളത്തിൽ കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല എന്ന് പിന്നെ പെണ്ണുങ്ങളല്ല ആരിറക്കിയാലും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സതീശൻ ഒരു പക്ഷേ ചാക്കിട്ട് പിടിച്ചതായിരിക്കാം. കാരണം ഇതില് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇവന് ശത്രുത ഉണ്ടാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഒരു FIR ഒരു കേസോ സത്യം പറഞ്ഞ ഒരു ആരോപണം പോലും ഇല്ലാത്ത വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അതില് ഈ സതീശൻ മാത്രം പറയുന്നു, വേറെ ഒറ്റ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നില്ലല്ലോ. അവർ പറയുന്നു ഏകപക്ഷീയമായെടുത്ത തീരുമാനമല്ല, ഒന്നിച്ചെടുത്ത തീരുമാനമാണ്, കൂട്ടായി എടുത്ത തീരുമാനമാണ്, ടീം UDF എടുത്ത തീരുമാനമാണ്. ടീം UDF എടുത്ത തീരുമാനമാണെങ്കിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയണ്ടേ? അവര് കോൺഗ്രസിന്റെ UDF രണ്ടാമത്തെ കക്ഷിയല്ലേ, ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ CPM അടിത്തറ ഇളക്കാൻ ഈ യുവാക്കളെ കൊണ്ട് കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ യുവാക്കൾക്കെതിരെ ഇപ്പൊ ആദ്യം അടുത്ത മാറ്റിൽ കുഴൽനാടനെതിരെ വരും. നോക്കിക്കോ നിങ്ങൾ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ അന്ന് ആ ചർച്ചയിൽ പറഞ്ഞില്ലേ, അടുത്തത് കുഴൽനാടനാണ്. അതിന്റെ 3-ാം ദിവസം വന്നില്ലേ സംഭവം. അതെ അതെ. അപ്പൊ നമ്മൾ അന്നേ പറഞ്ഞു ഇത് അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു, അടുത്ത് കുഴൽനാടൻ. അപ്പൊ ജിൻഡോ ജോണിനെയും പിടിച്ചു, ഷാഫിനെയും പിടിച്ചു. അതെ, ഇനി ഈ വിഷയം ഇപ്പോൾ രാഹുൽ കേക്കച്ചൻ ഒരു ഇഷ്യൂ ആക്കി മാറ്റി, ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആക്കി മാറ്റി ഇതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുവാൻ ഇതിനെ രണ്ടു കൂട്ടരും പ്രോത്സാഹിപ്പിക്കും. UDF ഇപ്പോൾ കോൺഗ്രസിലുള്ള ചെന്നിത്തലയും കക്ഷികളും ഇതൊരു കേക്കച്ചനും രാഹുലുമുള്ള ഒരു വിഷയം പോലെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അവർക്കറിയാം ഈ വിഷയത്തിൽ കേക്കച്ചൻ കൂടുതൽ നാറുന്നു, ദുർബലനാകുന്നു, അതിന്റെ ആത്യന്തിക ലക്ഷ്യം തങ്ങൾക്കുണ്ടാകുന്നു. CPM സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇതുപോലെ അന്നും പറഞ്ഞല്ലോ, ഇതിനെ ഞങ്ങളൊരു കേസ് മാർഗത്തിലല്ല, ഇതിനെ ഇങ്ങനെ അളിഞ്ഞു നാറി നീട്ടിക്കൊണ്ടുപോകുന്നതിലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് MV ഗോവിന്ദൻ പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അന്നേരം ഈ രണ്ടു കൂട്ടരെയും ലക്ഷ്യം ഈ പ്രശ്നം അവസാനിപ്പിക്കാതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും രണ്ടു കൂട്ടത്തിലുള്ളവർക്ക് അവരുടേതായ ലക്ഷ്യം കാണാമെന്ന പ്രതീക്ഷയോടെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമല്ലേ ഇപ്പൊ ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇവർ യാതൊരു കേസും കൂട്ടൊന്നും ഇല്ലാന്നും ഇതിനൊരു അടിസ്ഥാനമില്ലെന്നും ഇതിനൊരു തെളിവില്ലെന്നും ഇത് സത്യത്തിൽ ഉണ്ടായ സംഭവം പോലല്ലെന്നും ഈ ഗർഭം പോലും എയറിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടായതാണെന്നും വളരെ വ്യക്തമായിട്ട് CPMകാർക്ക് അറിയാം. അവർ അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോക്കിയോ, ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവരൊക്കെ ഒരു അനങ്ങാണ്ടിരിക്കുന്നുണ്ടല്ലോ CPMകാർ. ഇപ്പൊ കുഴപ്പമില്ല, അതായിക്കോട്ടെ, അവരുടെ പാടാണ്, അവർ സസ്പെൻഡ് ചെയ്യട്ടെ, ജീവിക്കട്ടെ, അല്ലെങ്കിൽ MLA തുടരട്ടെ, അതൊക്കെ അവർ തീരുമാനിക്കുന്നതൊക്കെ ആഭ്യന്തര കാര്യങ്ങളാണെന്നൊക്കെ ഗോവിന്ദനും ടീമൊക്കെ പറയുന്നുണ്ടല്ലോ ഇടതുപക്ഷം. നിങ്ങൾ നോക്കിയോ, തെരഞ്ഞെടുപ്പിന്റെ ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിട്ടാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരൊറ്റ മാസം മുമ്പ് ഈ സാധനന്മാർ കയറി പിടിക്കും. അപ്പോഴേക്കും അവർ ഷാഫിനെയും കുഴൽനാടിനും അതുപോലുള്ള ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള യുവാക്കൾ, ഫിറോസിനും ഉൾപ്പെടെയുള്ള യുവാക്കളെ ഒക്കെ ഒതുക്കിയിട്ടുണ്ടാവും. ഒതുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തും, ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തും. ഇലക്ഷനോട് കൂടിയിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവരും. ഒന്നിച്ച് കൊണ്ടുവന്ന് എന്താ പറയാ, ഒരു ജനങ്ങൾ അത്രയും വെറുത്ത ഒരു സർക്കാരില്ല കേരളത്തിലെ ചരിത്രത്തിൽ. ഒരു സർക്കാരിന്, ഒരു മുഖ്യമന്ത്രി ജനങ്ങൾ ഇതുപോലെ വെറുത്തിട്ടില്ല. അത്രയും വെറുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, അത്രയും വെറുക്കപ്പെട്ട ഒരു സർക്കാർ. ആ സർക്കാരിന് ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ ആകും ഈ തെരഞ്ഞെടുപ്പോട് CPM. അത് വ്യക്തമായി മനസ്സിലാവുന്ന പിണറായി വിജയന്റെ കുരുട്ടു ബുദ്ധിയിൽ ഉദിച്ച തന്ത്രമാണ് ഈ കാര്യം. അതിൽ ഒന്നാം സ്ഥാനം ഷാഫിനെ ലക്ഷ്യം വെച്ചവര്. പക്ഷെ ഷാഫിനെ കയ്യിൽ കിട്ടണില്ല. ഷാഫി ഒരു ചെറിയ മീനല്ല, അത്ര പെട്ടെന്ന് കിട്ടണില്ല. അപ്പൊ രാഹുലിനെ പിടിച്ചു, രാഹുലിൽ കൂടി ഷാഫിയിൽ കൂടി ഫിറോസ്, അങ്ങനെ ഓരോന്നിനെ പിടിച്ച് ഇനി അടുത്ത് സന്ദീപ് വാര്യർ, അത് മാറ്റി കുഴൽനാടൻ, അങ്ങനെയുള്ള യുവാക്കളെ മൊത്തം പിടിച്ച് അവർ കംപ്ലീറ്റ് പെണ്ണുകേസിൽ കൊടുക്കും. മറ്റെന്തെങ്കിലും കേസിൽ കുടുക്കിയിട്ട് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതെല്ലാം കൂടി ആളി കത്തിച്ച് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ പൊട്ടിച്ചിട്ട് കോൺഗ്രസിനെ നാട്ടിട്ട് ഒന്നുമില്ലാതാക്കും. ഇതറിയാത്ത ആളൊന്നല്ലല്ലോ സതീശൻ. CPM എലക്ഷൻ തന്ത്രം അറിയാത്ത ആളാണോ സതീശൻ? 10-25 കൊല്ലമായില്ലേ MLA ആയിട്ട് നടക്കണു, ഈ നിയമസഭയിൽ ഇരിക്കണു. എന്നിട്ടും CPM എലക്ഷൻ തന്ത്രങ്ങൾ ഇയാൾക്ക് അറിയില്ലേ? അപ്പൊ അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം വളരെ കൃത്യമായി
CPM-ന്റെ അജണ്ട വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി അതിന്റെ അതായത് പരോക്ഷമായ പിന്തുണ സതീശൻ കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. മൂന്നാം ഭരണം LDF-ന് കിട്ടാൻ വേണ്ടി ഇവിടെ ഏറ്റവും LDF-നേക്കാൾ കൂടുതൽ ഇപ്പോൾ പ്രയത്നിക്കുന്നത് സതീശനാണ്. വല്ല സംശയമുണ്ടോ സാറിന് ആ കാര്യത്തിൽ? യാതൊരു സംശയവും. കാരണം നമ്മൾ അതിന്റെ ലക്ഷ്യം പറഞ്ഞു. അതിന്റെ പറഞ്ഞതെല്ലാം എത്രയോ സത്യമാണ്. ദുബൈയിൽ പോയി അന്ന് ആ ഇടപാടിന്റെ കമ്മീഷൻ മേടിക്കാൻ പോയതെന്ന് പറയുന്നത് എല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഈ വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്ക് പാർട്ടിയല്ല വലുത്, ഇയാൾ മേടിച്ച ആ കമ്മീഷനാണ് വലുത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജീവൻ പോയാലും ഇതിനെ തോപ്പിച്ചേ അടങ്ങൂ എന്ന് ലക്ഷ്യം വെച്ച് ഉള്ള ഇവന്റെ പോക്ക് കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കണം ഇവൻ ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ തോണ്ടാൻ നിൽക്കുന്ന. ഒരു ചെറിയ കാര്യം കൂടി, ഒറ്റ ചെറിയ കാര്യം കൂടി. ഇപ്പൊ ഈ സതീശൻ ഈ വക വൃത്തികേടുകളെല്ലാം കാണിച്ചു. സതീശനെതിരെ ഒരു വീഡിയോ വന്നു, ഇത്രയും ആളുകളുടെ എതിർപ്പ് സമ്പാദിച്ചു, ഗൾഫിൽ പോയി, സദ്യ ഉണ്ണാൻ പോയി, മറ്റേ വിജയന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി, ഓണസദ്യ കഴിക്കാൻ പോയി, ഗൾഫിലേക്ക് പോയി, ഇതെല്ലാം ചെയ്തു. എന്നിട്ട് CPM-ന്റെ രണ്ടാമത്തെ ചാനലായ റിപ്പോർട്ടർ ചാനൽ പോലും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. CPM-ന്റെ രണ്ടാമത്തെ ചാനൽ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ചാനൽ പോലും, അതായത് ചാനൽ എന്ന് പറയാൻ പറ്റില്ല, മുത്തുച്ചിപ്പി ചാനൽ, ഒരാൾ പോലും ഇയാളുടെ എന്തിനാ ഗൾഫിൽ പോയി? അതും ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇങ്ങനെ കേരളത്തിൽ ആഞ്ഞ് കോൺഗ്രസിൽ നാശം വിധിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ത് കാര്യത്തിന് ഗൾഫിൽ പോയി? ആ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരല്ലേ അയാള്? ഒരു പത്രക്കാരൻ പോലും ചോദിച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ CPM-ന്റെ സെക്കൻഡ് പത്രം എന്നറിയപ്പെടുന്ന, സെക്കൻഡ് ചാനൽ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ചാനൽ പോലും, 24 പോലും ഇവരാരും തന്നെ സതീശന്റെ വിഷയത്തെ കുറിച്ച് സതീശനോട് ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? അതുപോലെ സതീശൻ മാപ്പ് പറഞ്ഞ വിഷയം, ആ സഭയിൽ മാപ്പ് പറഞ്ഞ വിഷയത്തിൽ ആ മാപ്പ് പറയുന്ന ആ വാക്ക് ഇവന്മാര് പർപ്പസ്ഫുള്ളി ടെലികാസ്റ്റ് ചെയ്തപ്പം ഇത് സഭാ TVയിലെ ആ വിഷ്വല് എന്നാണ് നമ്മൾ എടുത്തത്. ആ സഭാ TVയിലെ വിഷ്വലിൽ നിന്ന് ഇവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ മാപ്പ് പറയുന്നത് കട്ട് ചെയ്ത് ഈ കേക്കച്ചനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള അന്തർധാര എത്ര ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുക. അതല്ലേ ഞാൻ പറഞ്ഞത്. CPM-ന്റെ ചാനൽ പോലും, റിപ്പോർട്ടർ, കൈരളി, 24, ഈ 3 ദേശാഭിമാനി പത്രം, ഈ ഇതിലൊന്നിൽ പോലും ഈ സതീശൻ ഗൾഫിൽ പോയതിനെ കുറിച്ചൊരു വാർത്ത വന്നില്ല. സതീശൻ ചോറിനാൻ പോയതിനൊരു വാർത്ത വന്നില്ല, ഒരൊറ്റ വാർത്ത വന്നില്ല. സഭയിൽ മലക്കം പറഞ്ഞ് നാണം കെട്ട് പറഞ്ഞതൊക്കെ ഭയങ്കര ആഘോഷിക്കേണ്ടുന്ന ഒരു വിഷയമല്ലേ? അതെ. അതുപോലെ തന്നെ ഇവന്മാര് സത്യാഗ്രഹം നിർത്തി. ഈ യുവ MLA-മാര് സത്യാഗ്രഹം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ ദിവസം ഇവന്മാർ എഴുന്നേറ്റ് വീട്ടിൽ പോയി. അങ്ങനെ ഇതുപോലും സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇവരുടേതായ മാധ്യമങ്ങൾ ആഘോഷിച്ചില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള അവർക്ക് തന്നെ പറയാമല്ലോ, സംസ്ഥാനം ഒട്ടുക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം MLA-മാര് പോലും നിർത്തി എഴുന്നേറ്റ് പോയി. അതെ, സനീഷ് കുമാർ പാവം, സനീഷ് ജോസഫ്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ, ഈ നിയമസഭയിൽ രാഹുൽ വരാതിരുന്നാൽ ഞാൻ ഒലത്തെന്ന് പറഞ്ഞു വന്നിട്ട് ഇവൻ മാപ്പും പറഞ്ഞ് നാറിക്കീറി 0 ആയി പോയിട്ട് പോലും അതൊരു ചർച്ച, ഈ ചാനൽ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇത് ചർച്ച ചെയ്തോ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാപ്പും പറഞ്ഞില്ല, ഒരു കോപ്പും, മാപ്പും പറഞ്ഞു കോപ്പും പറഞ്ഞു. എന്നിട്ട് നാണം കെട്ട് മറ്റേ ഇത് പ്രഖ്യാപിച്ചു രണ്ടുപേരുടെ. ആ രണ്ടുപേര് ഞാൻ പറഞ്ഞത് ഒരു പാവം MLA സനീഷ് കുമാർ, എൻ്റെ സുഹൃത്തും കൂടിയിട്ടാ, ചാലക്കുടി MLA. അയാളെ പോലും നാണം കെടുത്തി 2 MLA-മാരവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തിട്ട് ഒരാഴ്ച പോലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അവർക്കൊരു സമരം. ഒരാഴ്ച, 2 ദിവസം വേണ്ട, ഒരാഴ്ച, 2 മാസമൊന്നും വേണ്ട, ഒരാഴ്ച പോലും ആ സമരം കണ്ടിന്യൂ കൊണ്ടുപോകാൻ പറ്റും അവർക്ക്? പറ്റില്ല. അപ്പൊ അതിന്റെ അതും ഒരു പത്രത്തിൽ വാർത്ത ഒന്നുമില്ലല്ലോ, ഒരു പത്രക്കാർ ഏറ്റെടുത്തല്ലോ, അതിനൊരു ചർച്ച, ഒരു അന്ത്യചർച്ച ഉണ്ടായില്ലല്ലോ. ഒന്നും ഉണ്ടായില്ല. ഇനി ഈ നിയമസഭാ സമ്മേളനം നടന്നിട്ട് സതീശൻ എന്ത് കാട്ടിക്കൂട്ടി അവിടെ? ഒരു പ്രഹസനം മാത്രമല്ലായിരുന്നു അവിടെ. അല്ലാതെ UDF-ന് എന്തെങ്കിലും UDF-ന് ഗുണം കിട്ടാവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അന്ന് അവർ ചെയ്ത പ്രവൃത്തി അല്ല LDF-ന് ഗുണം കിട്ടുകയും ചെയ്തു. ഇപ്പൊ കഷ്ടകാലത്തിനെങ്ങാനും ഈ രാഹുൽ വന്ന് അവിടെ ഇരിക്കുവായിരുന്നെങ്കിൽ അതെല്ലാം ഇവന്റെ പെടലിക്ക് കെട്ടിവെച്ചേനെ. രാഹുൽ കംപ്ലീറ്റ് അല്ലെ ഇവനങ്ങ് ഒലത്തിയനെന്ന് പറഞ്ഞേനെ. ഇവൻ സഭയിൽ ഒലത്തിയത് നമ്മൾ കണ്ടില്ലേ? അതെ, സത്യത്തിൽ എന്താണെന്നല്ലേ സുനിൽ സാറേ, രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്ന് തന്നെയാണ് CPM-മാർ ആഗ്രഹിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ആ വാർത്തയിൽ ലാസ്റ്റ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ 14-ാം തീയതി നമ്മൾ ചെയ്ത വാർത്തയിൽ പറഞ്ഞല്ലോ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്നാണ് CPM ആഗ്രഹിക്കുന്നത്. CPM അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇവൻ വന്നു കഴിഞ്ഞാൽ സതീശനെ പോലുള്ളവരെ ഒതുക്കാൻ. സതീശനെ ഒതുക്കേണ്ട കാര്യം അവർക്കില്ല. സതീശ് ഒതുങ്ങിയിരിക്കുകയാണ്. ഒതുക്കേണ്ട കാര്യമില്ല. പക്ഷെ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരെ ഈ പേരും പറഞ്ഞ് സതീശനെയും അവരും തമ്മിൽ തല്ലുപിടിപ്പിക്കാം, എന്നിട്ട് സതീശനെ ക്ലീൻ ഇമേജ് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്.
പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിമാനായ ചെറുപ്പക്കാരനാ. അവൻ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി, വരേണ്ട സമയത്ത് വന്നു, പോകേണ്ട സമയത്ത് പോയി, പോകേണ്ടടുത്ത് പോയി, കാണേണ്ടവരെ കണ്ടു, റോട്ടിൽ കൂടി നടന്നു, വണ്ടി പിന്നാലെ ഇപ്പം നടന്ന റോട്ടുകൾ നടന്ന യാത്ര ഒരു ചുക്കും ചെയ്യാൻ ഒരു BJP-കാരനോ ഒരു CPM-കാരനോ നട്ടലുണ്ടോ? ഇല്ല. കാരണം ഇന്നലെ മയക്ക് വെച്ച് കെട്ടി DYFI കുറെ പ്രതിഷേധം കാണിച്ചു എന്നല്ലാതെ അതും ഒരു പ്രഹസനം മാത്രം. ഇതിപ്പോ മുകേഷിനെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ചെയ്തൂടെ? ഗണേഷ് കുമാറിനെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ചെയ്തൂടെ? ഈ ഓരോ മന്ത്രിമാരെ കുറിച്ച് ചെയ്തൂടെ? പക്ഷെ ചെയ്തില്ലല്ലോ. അത് കോൺഗ്രസ് ചെയ്യില്ലെന്നേ. കോൺഗ്രസ് ചെയ്യില്ല എന്ന് പറയാൻ ഈ പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ഒരു മാസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് സുനിലെ. ഇത് 100% ഈ VD സതീശനും പിണറായി വിജയനും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഒരു തർക്കമോ കാര്യത്തിൽ നിൽക്കില്ല. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.